ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തികളെ സാക്ഷ്യമാക്കി തരണമേ എന്ന് പദം പറഞ്ഞതിന് ശേഷം തുടർന്ന് പറയുന്നത്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. ഈ സംഗീതത്തിന്റെ ആദ്യ ഭാഗം മാത്രമേ നമുക്ക് കൈവശമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരുമായിരുന്നു. കാരണം എടുക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് എടുത്ത മനുഷ്യനാകയാൽ ഇത് മണ്ണിലേക്ക് തിരികെ തീരണമെന്നാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ആകയാൽ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ദൈവം അവസാനിച്ചപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അതേ മണ്ണിലേക്ക് അല്ലെ എടുത്ത സ്ഥലത്തേക്ക് തന്നെ മടങ്ങി പോകുന്നതായ ഒരു അനുഭവമാണ് ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ എന്നുള്ള ശബ്ദം കൂടെ കേൾക്കുവാൻ തക്കണം ഇടയാകുന്നു. അന്ന് ഇനി അത് കേൾക്കുവാൻ പോകുന്നത് ഇനി മധ്യാകാശത്ത് വെച്ചാണ്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസന്മാരാൽ അഭിഷക്തന്മാരാൽ ശുശ്രൂഷ നടത്തപ്പെട്ട് സംസ്കരിക്കപ്പെടുന്ന പറഞ്ഞു. അങ്ങനെ ആ മാതാവ് മരണമില്ലാത്ത ഭവനം നോക്കി അന്വേഷിക്കുവാൻ തുടങ്ങി. അനേക ഭവനങ്ങൾ സഞ്ചരിച്ചു. ഓരോ ഭവനത്തിലും ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ വല്യപ്പച്ചൻ മരിച്ചുപോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപ്പാപ്പൻ മരിച്ചുപോയി, ഞങ്ങളുടെ ഇന്നാടത്തെ കുഞ്ഞ് മരിച്ചുപോയി. അനേക ദിവസം രാവിലെ മുതൽ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ജനിച്ചാൽ ഒരു മരണം നിശ്ചയമാണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, അടുത്ത ഒരു മരണത്തിന്റെ ദിവസം അതേ നമുക്ക് ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട്. എന്നാൽ ആ മരണത്തിന് മുമ്പാകെ നമ്മുടെ നിത്യത എവിടാകുന്നു എന്ന് നാം ഉറപ്പിച്ച് ഇവിടുന്ന് കടന്നു പോകാവൂ. ഇവിടെ രണ്ട് കല്ലറക്കൽ ദുഃഖിനാ നിൽക്കുമ്പോൾ അതേ ദൈവത്തിന്റെ സ്തോത്രം, അതേ മാർത്തിയോട് സംസാരിക്കും. ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്ത വാക്യം, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തന്റെ പ്രാണനെ മാതാളത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആര് എന്ന് പഴയമത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ പുതിയമത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു പറയുന്നു, ഞാൻ തന്നെ. ആരാണ്? ചേർന്ന് ഈ മാതാവും എഴുന്നേറ്റു വരും. ഹല്ലേലൂയ. ആ പ്രത്യാശ കഴിയത്തില്ല. അതാണ് മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. ഒന്നാമത്തെ ജനനം കൊണ്ട് ആ ജനനം പ്രാപിക്കുന്ന ആ മാതാവിന് ഭാഗ്യം കൊടുത്തു. ആകയാൽ ഈ പ്രിയ മാതാവ് ഭാഗ്യമുള്ളവളാണ്. തന്റെ കുഞ്ഞുങ്ങളാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എത്രയോ മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങൾ ദൈവവഴിയിൽ വരാത്തതിന് ഫലമായി മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട ആർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ പാപത്തിനൊഴി ഓടുമ്പോൾ ദൈവത്തെ സേവിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യം കൊടുത്തെങ്കിൽ ആ മാതാവിന്റെ കണ്ണീർ വലുതാണ്. മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവവഴിയിലാണോ ജീവിക്കുന്നത് നിങ്ങൾ ഓർക്കണം. ഇല്ല എങ്കിൽ അവർക്ക് വേണ്ടി കരയുക, നല്ല വഴി പറഞ്ഞു കൊടുക്കുക. ദൈവത്തിന് അധിക സമയം നമുക്കില്ല. എത്രയും കർത്താവ് വരും. അങ്ങനെ എല്ലാ നിലയിലും ഭാഗ്യവതിയായിരുന്നു. തന്റെ ഓട്ടം ഇന്നലെ വൈകുന്നേരം 6 മണിയായപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഓടിയതും മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ജീവിച്ചതും മതി. എൻ്റെ അടുക്കൽ ഇത്രയും നാൾ കഷ്ടം അനുഭവിച്ചു, നീ വാ. സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ യാത്ര പറയാം. ഈ ശരീരം മണ്ണിനെടുത്തു, മണ്ണിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന സന്ദർഭമാണ്. പ്രത്യാശയുള്ളവരായി ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അടുത്ത ദിവസം എനിക്കൊരു മരണമുണ്ടായാൽ കർത്താവേ എൻ്റെ സ്ഥാനം എവിടെയെന്ന് ഓരോരുത്തർ ചിന്തിച്ച് നിത്യത ഉറപ്പാക്കുവാൻ പരിശുദ്ധാത്മാവ് അവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സുഷുമതകൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീര നാദത്തോടു പ്രധാന ദൈവ ദൂതശബ്ദത്തോടു കർത്താവ് തൻ ഗംഭീര നാദത്തോടു പ്രധാന ദൈവ ദൂതശബ്ദത്തോടു സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം ആകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അനുഗ്രഹമായ നല്ല പകലിനായി വീണ്ടും അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ ദാസിയുടെ ദേഹവിയോഗത്തുള്ള ബന്ധത്തിൽ ഈ സംസ്കാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് കർത്താവെ മശാൻ സ്ഥലത്ത് വരികയും ഇവിടെ ഞങ്ങൾ സത്യമായ ശുശ്രൂഷ നടത്തുവാൻ നിന്റെ ദാസിനെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ ദാസിയുടെ പ്രത്യാശജനകമായ ഈ മരണം അനേക ജീവിതങ്ങൾക്ക് കർത്താവിനെ കാണുവാൻ കണ്ടുമുട്ടുവാൻ ദൈവം. മൂത്ത മകൻ ഷാജി തന്നെ
മുഖം മൂടിക്കണം, എന്നിട്ട് അടിയിൽ തട്ടെടുക്കണം. അതിനുശേഷം ആയിക്കോട്ടെ. ഉയർത്തും ജീവനാൽ നിത്യജീവൻ നൽകൂ നിത്യവാസമാമേ കർത്താവിനോട് കൂടെ ഞാൻ നിത്യവാസമാമേ അവനിടം വിട്ടു ലോകേ മലഞ്ഞാലേ വീടോടടുക്കുമേ എൻ പ്രിയൻ പാവിടോ മാലോകരാഗമ്യ എൻ പ്രിയൻ പാവിടോ മാലോകരാഗമ്യ മുത്തുകളാണ് രണ്ട് കൂല മുത്തുകളാണ് രണ്ട് കൂല കാലാവസാനത്തിൽ നിന്റെ യോഹനയിപ്പാൻ നീ എഴുന്നേറ്റു വരും. പ്രിയ മാതാവേ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ സേവിച്ചതായിരിക്കുന്ന നിന്റെ ദാസിയെ ഈ മണ്ണിന് വേണ്ടി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ മടങ്ങി തരിക. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമ്പോൾ ഞാൻ ഹല്ലേലൂയ പാടും ഹല്ലേലൂയ പാടും നിത്യമാർഗവാദ ശോഭിതാത്മ അക്ഷർഭാവനെ ആകാശവാദിടുമ്പോൾ നേരം കാണുമെന്തരും നേരം കാണുമെന്തരും പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയെ നീ ആദരിച്ചതിനാൽ ഞങ്ങളോടുള്ള അധകൃത്യമായ സ്നേഹബന്ധത്തിൽ ജീവിച്ചങ്ങ് സേവിച്ച് ആരാധിച്ച നിന്റെ ദാസിയെ ദുഃഖമില്ലാത്ത ഇമ്പങ്ങളുടെ പ്രതിലേശി വിളിച്ചു ചേർത്തരിച്ചാ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, വേർപാട് ദുഃഖം അഗാധമായ വേദന അനുഭവിക്കുന്നതാണ്. ആ മുറിഞ്ഞ ഹൃദയത്തെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. നിങ്ങളുടെ ഹൃദയം കലങ്കരുത്. വിശ്വസിപ്പി